ഹായ്, റാം ഫുഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അയലക്കൂട്ടാനാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചിട്ടാണ് കറി വെക്കുന്നത്, മാങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനാവശ്യമുള്ളതാ പച്ചമുളകും ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതാ കുറച്ച് മാങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വഴറ്റി ചേർക്കണം. അതിനായിട്ട് ഇതാ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം, അത് ചൂടാവട്ടെ. അപ്പം ഞാൻ ഈ കറി കൂട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ കുഞ്ഞിലെ കൂട്ടിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ഫസ്റ്റ് കൂട്ടുന്നത് തന്നെ എൻ്റെ അപ്പച്ചി വെച്ചിട്ടുള്ളതാണ്. അതായത് ഹരിപ്പാടാണ് അപ്പച്ചിയുടെ വീട്. അവിടെ അപ്പച്ചി നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടുമ്പോൾ. അപ്പച്ചി കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതാ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കടുകൊന്ന് പൊട്ടിട്ട് എൻ്റെ അമ്മ വെക്കും കൂട്ടാനൊക്കെ, പക്ഷേ ഈ കറി അപ്പച്ചി വെച്ച് കൂട്ടണം, നല്ല അടിപൊളിയാണ്. ഇപ്പം വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്, എങ്കിൽ പോലും ഞാനങ്ങനെ പഠിച്ചതാണ്, അപ്പച്ചിയുടെ നിന്ന് പഠിച്ചതാണ് ഈ കൂട്ടാൻ കേട്ടോ. അപ്പം നിങ്ങളൊന്ന് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കി. അപ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. ഈ കറിക്ക് നമുക്ക് പച്ചമുളക് നന്നായിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് എങ്കിൽ പോലും പച്ചമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഇത് മുന്നിൽ നിൽക്കണം, അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് അരച്ചെടുക്കണം. ഇതാ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ തിരുമ്മിയത് നമുക്ക് അരച്ചിട്ട് വരാം. ഇത് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിരിവരാന്നിരുന്ന് കഴിഞ്ഞാൽ കൊള്ളില്ല കറി. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരച്ച് കിട്ടും. നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം, ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പുളി വേണം കേട്ടോ. മാങ്ങയുടെ പുളി ഇച്ചിരി കുറവാണ്. നമുക്ക് മീൻകറിക്ക് എപ്പോഴും പുളി മുന്നിട്ട് വയ്ക്കണമല്ലോ. അപ്പം മാങ്ങ ഉണ്ടെങ്കിൽ പോലും കുറച്ച് പുളി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇതാ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള ഉലുവപ്പൊടി ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം. ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചപ്പോൾ ഇച്ചിരി മൂത്ത് പോയി, പക്ഷേ കരിഞ്ഞു പോയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കളറിന് ഇച്ചിരി ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ മീൻ പറക്കിയിട്ട് കൊടുക്കാൻ. കാരണം തിളയ്ക്കുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആ മീനിൻ്റെ ഉളുമ്പൊക്കെ അങ്ങ് ഇറങ്ങും. എപ്പോഴും അരപ്പ് തിളച്ചിട്ടേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ. ഞാൻ മീനിട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചിലർ മീൻകറി ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലതാണ് ഈ മീൻകറി. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വെന്തെടുക്കാം. മീനൊക്കെ തിളച്ച് വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് തിളച്ചൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പച്ചമുളകും അതിൻ്റെയൊക്കെ ഒരു വാസന വരുന്നുണ്ട്.
എന്നാ മീനൊക്കെ പറ്റി വന്നിട്ടുണ്ട്. എന്താ നോക്കി, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചോറെടുത്തില്ല, കുറച്ച് കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് എങ്ങനെയാണെങ്കിലും രേഖപ്പെടുത്തണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.